everyone. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ESTയിലെ 5th മൊഡ്യൂളിൽ സോളാർ PV സിസ്റ്റം ഡിസൈൻ ഉണ്ട്. അതിൻ്റെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഹാസ് ദ ഫോളോയിങ് ഇലക്ട്രിക്കൽ ലോഡ്സ് 3 numbers of 18 watt CFL used 4 hours per day, 2 numbers of 60 watt ceiling fan used 8 hours per day, one refrigerator of 125 watts used 24 hours with 50% duty cycle, one 5 watts night lamp used 7 hours per day, one 125 watts washing machine used for 1 hour per day. Design a suitable PV panel assembly for meeting the load. അപ്പോൾ ഇതിൽ നമ്മൾ പി വി പാനൽ ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ ഇതിൽ നമ്മൾ എത്ര പി വി പാനൽ വേണം, അതുപോലെ ബാറ്ററി സൈസ് എത്രയാണ് വേണ്ടത്, ചാർജ് കൺട്രോളറിൻ്റെ സൈസ് എത്രയാണ്, അതുപോലെ ഇൻവെർട്ടർ ഏതിൻ്റെയാണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എത്ര പി വി പാനൽ വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡിഫറെൻറ്റ് ലോഡുകൾ തന്നിട്ടുണ്ട്, എത്രയൊക്കെയാണ് ലോഡ് ഒരു ദിവസം വരണേന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ വാട്ട് അവേഴ്സ് എത്രയാണ് ഒരു ദിവസം വരണേന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 3 numbers of 18 watt CFL ആണ്. അപ്പോൾ 3 × 18 ഇൻറ്റു അത് 4 hours ആണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇൻറ്റു 4, അപ്പോൾ 216 വാട്ട് അവർ ആണ് CFLൻ്റെ വരുന്നത്. ഇനി അതുപോലെ സീലിംഗ് ഫാൻ 2 എണ്ണം, അപ്പോൾ 2 × 60 8 hours ആണ് വർക്ക് ചെയ്യുന്നത്, ഇൻറ്റു 8 960. ഇനി റെഫ്രിജറേറ്റർ 125 watts ആണ്, 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 50% ആണ് ഡ്യൂട്ടി സൈക്കിൾ. അതായത് അതിൻ്റെ കംപ്രസർ 50% ടൈമാണ് വർക്ക് ചെയ്യുന്നത്. 24 hours 12 hours ആണ് അത് കംപ്രസർ ഓൺ, പിന്നെ ഓഫാണ്. അപ്പോൾ നമ്മളിവിടെ വാട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 125 × 24 ഇൻറ്റു ഡ്യൂട്ടി സൈക്കിൾ 50% ആയതുകൊണ്ട് 0.5, അല്ലെങ്കിൽ നമുക്ക് 125 × 12 hours എടുത്താലും സെയിം ആണ്. ഇനി നൈറ്റ് ലാമ്പ് 5 watts 7 hours, അപ്പോൾ 5 × 7. പിന്നെ വാഷിംഗ് മെഷീൻ 125 × 1. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വാട്ട് അവേഴ്സ് എത്രയാണ് ഒരു ദിവസം വരുന്നതെന്നുള്ളത് കിട്ടി. ടോട്ടൽ വാട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ സോളാർ പാനൽ ഇപ്പോൾ 2836 വാട്ട് അവേഴ്സ് ആണ് നമുക്കൊരു ദിവസം ആവശ്യമുള്ളത്. പക്ഷേ പാനൽ ജനറേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കണം. കാരണം പാനലിൽ കുറേ ലോസസ് ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പാനൽ ഈ നമ്മുടെ ഒരു ദിവസം നമുക്ക് വേണ്ട വാട്ട് അവേഴ്സിനേക്കാളും 30% കൂടുതൽ പാനൽ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ട് അവർ പെർ ഡേ ടു ബി ജനറേറ്റഡ് ബൈ ദ സോളാർ പാനൽ ഇസ് ഈക്വൽ ടു ഈ നമ്മൾ നേരത്തെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത 2836 ഇൻറ്റു 1.3, അതായത് 30% കൂടുതലെന്ന് പറയുന്നത് 130% ആണ് നമ്മൾ പാനൽ ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 130% എന്ന് പറയുമ്പോൾ 1.3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് പാനൽ ജനറേറ്റ് ചെയ്യേണ്ട വാട്ട് അവർ എന്ന് പറയുന്നത് 2686.8 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എത്ര പാനൽ വേണം എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ 2686.8 വാട്ട് അവർ നമുക്ക് കിട്ടാൻ വേണ്ടി എത്ര പാനൽ വേണമെന്ന്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കേരളത്തിൽ ഓരോ മന്തിലും നമുക്ക് കിട്ടുന്ന സോളാർ റേഡിയേഷൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യൂ സെലക്ട് ചെയ്യണത്. ആ ചാർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ ചാർട്ട്. അതായത് ഓരോ മന്തിലും എത്രയാണ് നമുക്ക് സോളാർ റേഡിയേഷൻ കിട്ടണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും ലോവസ്റ്റ് റേഡിയേഷൻ കിട്ടുന്ന മന്ത്, അതായത് ജൂണിലാണ് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് റേഡിയേഷൻ, അതായത് 4.83, അത് ജൂണിലാണ് കിട്ടുക. അപ്പോൾ ആ ജൂൺ മന്തിലെ റേഡിയേഷൻ എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ജൂൺ മന്തിൽ 4.83. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മിനിമം സോളാർ റേഡിയേഷൻ ഫോർ കേരള ഡ്യൂറിങ് ദ മന്ത് ജൂൺ ഇസ് 4.83 kWh per meter square per day ആണ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് പാനൽ ഇത് വെച്ചിട്ട് നമ്മൾ പാനൽ ജനറേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ അതിൽ 4.83 ഇൻറ്റു ഡീറേറ്റിംഗ് ഫാക്ടേഴ്സ്, അതായത് ഇതിൽ നമുക്ക് ഈ 4.83 തന്നെ ഫുള്ള് കിട്ടില്ല, കാരണം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഡീറേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡീറേറ്റിംഗ് ഫാക്ടർ 0.69 ആണ് നമ്മൾ അസ്യൂം ചെയ്യണത്. അതായത് പല ഫാക്ടേഴ്സും ഉണ്ട്. ഡീറേറ്റിംഗ് ഫാക്ടേഴ്സ് പറയണത് ഇപ്പോൾ നമുക്ക് ആംബിയൻ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിലാണെന്ന് അവർ പറയുന്നത് അത്രയും എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ലോസ് 5% ലോസ് ഉണ്ടാവാം, ഡേർട്ട് അക്യുമുലേഷൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഡീറേറ്റിംഗ് ഫാക്ടേഴ്സ് ഇസ് കൺസിഡേർഡ് ആസ് 0.69 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുക ഇവിടെ വരുന്നത് പാനൽ ജനറേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 3.33 വാട്ട് അവർ പെർ വാട്ട്സ് പീക്ക് പെർ ഡേ ആണ് നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എത്ര പാനൽ സൈസ് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ പാനൽ സൈസ് റിക്വയർഡ് ഇസ് 3686.8 ഡിവൈഡഡ് ബൈ ഈ 3.33 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വരുന്നത് 1107.15 വാട്ട്സ് പീക്കാണ് നമുക്ക് വേണ്ടത് പാനൽ സൈസ്. ഇനി നമുക്ക് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് സൈസിലുള്ള പാനൽസ് അവൈലബിൾ ആണ്. നമ്മൾ നോർമലി ഒരു 110 വാട്ട്സ് പീക്കിൻ്റെ പാനൽ സെലക്ട് ചെയ്യുക. നമുക്കിതാണ് ടേബിള്, പവർ വാട്ട്സ് പീക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് പാനൽസ് ആണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 40, 50, 60 അങ്ങനെ ഡിഫറെൻറ്റ് വാട്ട്സ് പീക്ക് പാനലുകൾ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന 110ൻ്റെ വാട്ട്സ് പീക്ക് പാനലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 110 വാട്ട്സ് പീക്ക് പാനൽ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് PV പാനൽ നമുക്ക്, അല്ലെങ്കിൽ PV മൊഡ്യൂൾ എത്രണ്ണം വേണമെന്നുള്ളത് 1107.15 ഡിവൈഡഡ് ബൈ 110, ദാറ്റ് ഇസ് 10.065. അതായത് ഓൾമോസ്റ്റ് 10 മൊഡ്യൂൾസ് PV പാനൽസ് ആണ് നമുക്ക് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ സോളാർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 × 110, ദാറ്റ് ഇസ് 1100 വാട്ട്സ് പീക്കാണ് നമ്മുടെ സോളാർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, ഇനി നമ്മൾ സർഫസ് ഏരിയ ഒരു മൊഡ്യൂളിന് വരുന്നത്, ഈ ടേബിളിൽ നമ്മൾ നോക്കിയാൽ അറിയാം, 110 വാട്ട്സ് പീക്ക് പാനലിന് സർഫസ് ഏരിയ വരുന്നത് 0.85 മീറ്റർ സ്ക്വയർ ആണ്. ഒരു പാനലിൻ്റെ സർഫസ് ഏരിയ ഒരു പാനൽ എടുക്കുന്ന ഏരിയ 0.85 മീറ്റർ സ്ക്വയർ. ദർഫോർ 10 പാനൽസ് എടുക്കുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 10 × 0.85, ദാറ്റ് ഈസ് 8.5 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് റൂഫ് ഏരിയ വേണ്ടി വരിക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സൈസ് ഓഫ് ബാറ്ററിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സൈസ് ഓഫ് ബാറ്ററി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടോട്ടൽ വാട്ട് അവേഴ്സ് ഒരു ദിവസം വേണ്ടത് 2836 ആണ്. ഓക്കെ, ഇനി നമ്മൾ ബാറ്ററിയുടെ എഫിഷ്യൻസി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 85% എഫിഷ്യൻസിയാണ് ബാറ്ററി എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് ബാറ്ററിയിൽ നിന്ന് വേണ്ടത് എന്ന് പറയുന്നത്, ബാറ്ററി മസ്റ്റ് സപ്ലൈ 2836 divided by 0.85, that is 3336 watt hour per day ബാറ്ററി സപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ ബാറ്ററിക്ക് 50% ഡെപ്ത് ഓഫ് ഡിസ്ചാർജ്, അതായത് ബാറ്ററി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത് മാക്സിമം 50% വരെ ഡിസ്ചാർജ് ചെയ്താൽ മതി എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് 50%. അപ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ 3336 ഡിവൈഡഡ് ബൈ 0.5, ദാറ്റ് ഇസ് 6672 വാട്ട് അവേഴ്സ് ആണ് വരിക. ഇനി നമ്മൾ ക്ലൗഡി ഡേയ്സ്, അതായത് ഇപ്പോൾ നമുക്ക് സോളാർ പവർ ഇല്ല ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ക്ലൗഡി ഡേ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2 ദിവസം ക്ലൗഡി ഡേ ആണ്. അപ്പോൾ സോളാർ പവർ ഇല്ല. അപ്പോൾ നമുക്ക് ഈ 2 ദിവസവും നമുക്ക് ഈ ബാറ്ററി വെച്ചിട്ട് ലോഡ് മീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി കപ്പാസിറ്റി അത്രയും കൂടുതൽ വേണം. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ബാറ്ററി സൈസ് എന്ന് പറയുന്നത് 6672 × 2, കാരണം 2 ദിവസം ഫുള്ള് ബാറ്ററിയിൽ നിന്നാണ് പവർ വേണ്ടത്. അപ്പോൾ × 2, ദാറ്റ് ഈസ് 13,344 വാട്ട് അവർ പെർ ഡേ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് വേണ്ട ബാറ്ററി നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിന് കൺസിഡർ ചെയ്യുന്നത്
24 വോൾട്ടിൻ്റെ ബാറ്ററി. നമുക്ക് 12 വോൾട്ട് ഉണ്ട്, 24 വോൾട്ട് ഉണ്ട്, 48 വോൾട്ട് ഉണ്ട്. നോർമലി നമ്മളൊരു 24 വോൾട്ടിൻ്റെ ബാറ്ററി സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 24 നമ്മളൊരു 1000 വാട്ട്സിനൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ, അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളൊരു 24 വോൾട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 24 വോൾട്ട് ബാറ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആംപിയർ അവർ ഓഫ് ദ ബാറ്ററി ഈസ് ഈക്വൽ ടു, നമുക്ക് ടോട്ടൽ ബാറ്ററിയുടെ വാട്ട് അവർ കിട്ടിയല്ലോ, അത് ഡിവൈഡഡ് ബൈ എത്രയാണോ ബാറ്ററി വോൾട്ടേജ്, ഇപ്പോൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് 558 ആംപിയർ അവർ ആണ് വന്നത്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 600 ആംപിയർ അവറിൻ്റെ ബാറ്ററി നമുക്ക് വേണം. അപ്പോൾ നമുക്ക് 600 ആംപിയർ അവർ ഒറ്റയ്ക്ക് ഉണ്ടാവില്ല ബാറ്ററി. അപ്പോൾ അതിന് പകരം നമുക്ക് 150 ആംപിയർ അവറിൻ്റെ ബാറ്ററി 4 നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 600 ആംപിയർ അവർ കിട്ടും. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് ബാറ്ററി സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് സൈസ് ഓഫ് ചാർജ് കൺട്രോളർ ആണ്. ഈ ചാർജ് കൺട്രോളർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ പാനലിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാനൽസ് നമുക്ക് 110 വാട്ട്സ് പീക്കിൻ്റെ പാനലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 110 വാട്ട്സ് പീക്ക് പാനലിൻ്റെ ഇതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വരുന്നത് 21 വോൾട്ടാണ്. അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരുന്നത് 6.98 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 21 വോൾട്ടാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് പാനലിൻ്റെ വോൾട്ടേജ് ബാറ്ററി വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ട് വേണം നിൽക്കാൻ. അപ്പോൾ ഇവിടെ പാനൽ വോൾട്ടേജ് 21 ആണ്, ബാറ്ററി വോൾട്ടേജ് 24 ആണ്. അപ്പോൾ ബാറ്ററി വോൾട്ടേജ് ആണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പാനൽ വോൾട്ടേജ് കൂട്ടണമെങ്കിൽ നമ്മൾ രണ്ട് പാനൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 21 × 2 42 വോൾട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 10 പാനൽസ് ആണ്. അതിൽ 2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ 2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ മൊത്തം 5 ഇതല്ലേ വരിക. ആ 5 നമ്മൾ പാരലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററി ഇനി ചാർജ് കൺട്രോളറിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് കൺട്രോളറിൻ്റെ സൈസ്. അപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 110 വാട്ട്സ് പീക്ക് പാനലിൽ നമ്മളിവിടെ കണ്ടു ടേബിളിൽ 6.98 ആണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ ഇവിടെ 6.98 × 5, കാരണം 5 പാരലൽ പാത്തുകളാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 6.98 × 5, ദാറ്റ് ഈസ് 34.9. ഇനി നമ്മുടെ ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ 30% കൂടുതലാണ് നമ്മൾ ചാർജ് കൺട്രോളറിൻ്റെ സൈസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 30% കൂടുതലെന്ന് പറയുമ്പോൾ 130%, അതായത് ഇൻറ്റു 1.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 34.9 × 1.3, ദാറ്റ് ഈസ് 45.37, ഓൾമോസ്റ്റ് 50 ആംപിയർ. അപ്പോൾ നമ്മൾ ചാർജ് കൺട്രോളറിൻ്റെ സൈസ് നമ്മൾ എഴുതേണ്ടത് എത്രയാണ്? 24 വോൾട്ട് 50 ആംപിയർ കപ്പാസിറ്റി ഉള്ള ചാർജ് കൺട്രോളറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈസ് ഓഫ് ദ ഇൻവെർട്ടർ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ടോട്ടൽ വാട്ട്സ് പീക്ക് പാനലിൻ്റെ കപ്പാസിറ്റി വരുന്ന PVRA വരുന്നത് 1100 ആണ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവെർട്ടർ സൈസ് എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതൽ, അതായത് 1200 വോൾട്ട് ആംപിയർ ഉള്ള ഇൻവെർട്ടർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ എഴുതേണ്ടത് 24 വോൾട്ട് DC ഇൻപുട്ട്, ഔട്ട്പുട്ട് 240 വോൾട്ട് AC ഔട്ട്പുട്ട്, 1200 വോൾട്ട് ആംപിയർ ഗ്രിഡ് കണക്റ്റഡ് ഇൻവെർട്ടർ എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ ടോട്ടൽ PV ഡിസൈൻ്റെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവുക.